നമുക്ക് ഇടവേളയ്ക്ക് മുമ്പ് ബജറ്റിൻ്റെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് ഈ ചർച്ച കൊണ്ടുപോകാം. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ ബജറ്റിനെ ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തലാണ്. അതിനുശേഷം കേരളമടക്കം നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെട്ടതിനോട് എങ്ങനെയാണ് ഈ ബജറ്റ് മുഖം തിരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പൊതുവെയുള്ള വിലയിരുത്തൽ ബജറ്റിനെ ഞാൻ കാണുന്നത് അതൊരു വോട്ട്ഖാന ബജറ്റ് എന്നുള്ളതാണ്. വോട്ട്ഖാന ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൺകെട്ട് വിദ്യ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി ഈ ബജറ്റിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പൊടിക്കൈ എന്ന വാക്ക് ഞാൻ കടമെടുക്കുന്നു. നമ്മൾ സാധാരണ ലോജിക്കൽ ഫാലിസിൽ റെഡ് ഹെറിംഗ് എന്ന് പറയും. റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കുറച്ചുകൂടി അപ്രധാനമായൊരു വിഷയം മുന്നിലേക്ക് വെച്ചുകൊണ്ട് അതിനെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ ബജറ്റ് മുഴുവൻ ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് മിഡിൽ ക്ലാസിൻ്റെ പേരാണ്. പക്ഷേ നിങ്ങൾ ഈ മിഡിൽ ക്ലാസ് ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മിഡിൽ ക്ലാസിനെ കുറിച്ചൊരു ഡെഫിനേഷൻ നമ്മുടെ രാജ്യത്തുണ്ടോ? മിഡിൽ ക്ലാസിനെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്ത പഠന ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ളത്. നോക്കൂ, അഭിജിത് ബാനർജി എസ്തേ ഡെഫ്ലോ ഈ മിഡിൽ ക്ലാസിനെ ഡിഫൈൻ ചെയ്തത് 58,000 രൂപ മുതൽ 2,09,000 രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്ന ആൾക്കാരെയാണ്. നിലവിൽ ഇവരെയാണ് അഭിജിത് ബാനർജി എന്ന നമ്മുടെ നോബൽ ലോറേറ്റ് നമ്മളോട് പറയുന്നത്. ഇതാണ് മിഡിൽ ക്ലാസിൻ്റെ കണക്കെങ്കിൽ ഇന്ത്യയിൽ ഇതിനകം തന്നെ അവർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. കാര്യം 3 ലക്ഷം വരെ ടാക്സ് ഇളവാണ്. അപ്പോൾ അഭിജിത് ബാനർജിയുടെ ഡെഫിനിഷനിൽ പെടുന്ന മിഡിൽ ക്ലാസ്സിന് വേണ്ടിയല്ല. ഇനി പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി മിഡിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാകട്ടെ ഹൗസ് ഹോൾഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വരുമാനം കിട്ടുന്ന ഹൗസ് ഹോൾഡുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണോ നിലവിൽ ഈ ടാക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊരു കണക്ക് പറയാം. ഇന്ത്യ രാജ്യത്ത് നമ്മളുടെ കോർപ്പറേറ്റ് ടാക്സ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? 1,09,000 കോടി രൂപയാണ് സർക്കാർ കോർപ്പറേറ്റ് ടാക്സ് എക്സംഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയിരിക്കുന്ന ബാങ്ക് വായ്പകൾ, കോർപ്പറേറ്റ് ബാങ്ക് വായ്പകൾ എത്രയാണെന്ന് അറിയാമോ? അത് 2,08,000 കോടി രൂപ വരും. എന്നാൽ ഈ ബജറ്റിൽ കാർഷിക മേഖലയെ ഒരു ഇൻവെർഗേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീജുവനേറ്റ് ചെയ്യുന്നതിന്, പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 2,08,000 കോടി രൂപ വിവിധ കോർപ്പറേറ്റുകളുടെ വായ്പകൾ എഴുതിത്തള്ളാൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന 1,09,000 കോടി രൂപ വിവിധ കോർപ്പറേറ്റ് ടാക്സ് എക്സംഷൻ നൽകുന്ന സർക്കാർ നമ്മുടെ GDP-യുടെ 16% വരുന്ന കാർഷിക മേഖലയെ 46%-ലധികം വരുന്ന പോപ്പുലേഷൻ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷി അനുബന്ധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് എന്തിളവും പ്രോത്സാഹനവും നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നാമമാത്രമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് കൃഷിക്കാർക്ക് ഒരുക്കിയിരിക്കുന്നത്. അവിടെയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് രാജ്യം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിർമ്മലാ സീതാരാമൻ 6 പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നുണ്ടല്ലോ. ആ 6 മേഖലകൾ ഏതൊക്കെയാണ്? ടാക്സേഷൻ വലിയ റിഫോം കൊണ്ടുവരാൻ പോകുന്നു, വലിയ റിഫോം കൊണ്ടുവന്നു. അർബൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നു. മൈനിങ്ങിൽ, ഫിനാൻഷ്യൽ സെക്ടറിൽ, പവറിൽ, റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഇവിടെ നമ്മൾ കാണാത്തൊരു വിഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 46% വരുന്ന GDP-യുടെ 16% സംഭാവന നൽകുന്ന കൃഷിക്കാരെ കുറിച്ച് ഈ ബജറ്റ് ഒരു പ്രധാന ഫോക്കസ് ഏരിയ അല്ല. അത് നിർമ്മലാ സീതാരാമൻ തന്നെ സമ്മതിക്കുന്നു. ഈ ബജറ്റിൻ്റെ ഫോക്കസ് ഏരിയ കൃഷിക്കാരല്ല. ഈ 6 മേഖലകളിൽ ഒരിടത്തും കൃഷിക്കാരുടെ ഭാഗം വരുന്നില്ല. അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ ഈ ടാക്സ് ലാബിൻ്റെ ഒരു വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയും ഈ ബജറ്റിൻ്റെ മുഴുവൻ ഫോക്കസും മിഡിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും അങ്ങനൊരു യൂഫോറിയ അഥവാ ഒരു മനസ്വസ്ഥ്യം സൃഷ്ടിക്കുകയും ചെയ്യുക. അതാർക്കു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുള്ളത്. ദില്ലിയിൽ 33 ലക്ഷം ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്. 33 ലക്ഷമാണ് ഡൽഹിയിൽ. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന സാലറി എംപ്ലോയീസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്ന് ദില്ലിയാണ്. ദില്ലി നഗരത്തിൽ ദില്ലി നഗരത്തിൽ മൊത്തം കണക്ക് കൂട്ടി നോക്കിയാൽ 67% ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള സാലറി എംപ്ലോയ്ഡ് പോപ്പുലേഷൻ ദില്ലിയിലുണ്ട്. അഥവാ ദില്ലിയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 67% ആണ്. 67% ദില്ലിയിലെ കുടുംബങ്ങൾ മിഡിൽ ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ടാക്സിലെ സ്ലാബിലെ റിഫോം ആർക്കു വേണ്ടിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഇനി ടാക്സ് കൊടുക്കുന്നവരുടെ മൊത്തത്തിൽ ഇന്ത്യ ഒന്ന് എടുത്തു നോക്കിയാലോ, ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 8,60,00,000 ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുന്നതിൽ. അതിൽ തന്നെ ടാക്സ്
കോർപ്പറേറ്റ് ടാക്സുകളും ടാക്സും അങ്ങോട്ട് ഗവൺമെന്റിന് അടയ്ക്കുന്നവരുടെ എണ്ണം നോക്കൂ. എല്ലാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും ടാക്സ് അടയ്ക്കുന്നില്ല കേട്ടോ. IT റിട്ടേൺ 3 ലക്ഷത്തിന് മുകളിൽ ഈ പറയുന്ന 7 ലക്ഷം വരെ വരുമാനമുള്ളവരെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 7,01,000 എനിക്കൊന്നു 7,50,000 മുകളിൽ നിങ്ങളുടെ വരുമാനം വരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. പക്ഷേ നിങ്ങൾ സാലറീഡ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. അപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന മുഴുവൻ ആളുകളെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. അതിൽ തന്നെ ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത്? അതിൽ തന്നെ ടാക്സ് അടയ്ക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് കേവലം 2 കോടിയാണ്. 8,30,00,000 ആളുകൾ ഇന്ത്യയിൽ സാലറി ക്ലാസ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സാലറി ക്ലാസ് ഉണ്ട്. അതിൽ കോർപ്പറേറ്റ് ടാക്സ് അടക്കം അടക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് 2-2.5 കോടിയിൽ താഴെ മാത്രമാണ്. ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ആ ആനുകൂല്യം ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ കോർപ്പറേറ്റ് ഡിമാൻഡാണ്. കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൺസംഷൻ ഉയർത്തുക, അതിന് പബ്ലിക് സ്പെൻഡിങ് ഉയർത്തണം. അങ്ങനെ സ്പെൻഡിങ് ഉയർത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇളവുകൾ കൊടുക്കണം, പർച്ചേസിംഗ് പവർ ഉണ്ടാവണം. ആ പർച്ചേസിംഗ് പവറിന് വേണ്ടി ആളുകൾ പോക്കറ്റിലേക്ക് പണം എത്തിക്കണം. അങ്ങനെയാണ് 12,70,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8,30,00,000 വരുന്ന ടാക്സ് പേയേഴ്സിന് 2 കോടിയോളം വരുന്ന ടാക്സ് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ലാഭകരമായി മാറുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാവട്ടെ ദില്ലി തിരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു കൺകെട്ടാണ്. ഒരു വലിയ ഭൂരിപക്ഷത്തെ 0.5% മാത്രം മതി നിങ്ങൾക്ക് കർഷകർക്കുള്ള MSP ലീഗൽ ഗ്യാരണ്ടി നൽകാൻ. 0.5% ഓഫ് ദി GDP മതി. പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ചില നാമമാത്രമായ പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ ഒരു വർധനമുണ്ടാക്കിയിട്ടുണ്ട്. 5 ലക്ഷം വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. 2 ലക്ഷം വരെ ഒരു കൊലാട്രൽ ബോണ്ടും അതിന് ആവശ്യമില്ല എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. ചില 100 ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാൻ പോകുന്നു. അതേപോലെ ബീഹാറിൽ ഈ പറയുന്ന മഖാന എന്ന് പറയുന്നത് ഫോക്സ് സീഡാണ്. മഖാന ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ റബ്ബറിനെ അവഗണിക്കുമ്പോഴും ബീഹാറിലെ റബ്ബറാണ് മഖാന. കാരണം കേരളത്തിൽ അത് റബ്ബറാണ് ഏറ്റവും വലിയ കാർഷിക കുറപ്പെങ്കിൽ ബീഹാറിൽ ഇത് മഖാനയാണ്, അഥവാ ഫോക്സ് സീഡ്, അഥവാ താമര സീഡുകൾ. എന്താണ് ഈ മഖാനയുടെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും കൂടുതൽ മഖാന സീഡ് എക്സ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. 90% ആണ്. ബീഹാറിലെ മാത്രം ഒരു ക്വാളിറ്റി ഫോക്സ് സീഡാണ്. അതായത് മധുബനി മേഖലയിൽ, പൂർവാഞ്ചൽ മേഖലയിൽ, അതേപോലെ മധ്യമേഖലയിൽ, സീമാഞ്ചൽ മേഖലയിലൊക്കെ വിളയുന്ന ഈ താമര സീഡിന് വലിയ ക്വാളിറ്റി ഉണ്ട്. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ വരുന്ന ഒരു 400,000-ലധികം വരുന്ന അവിടുത്തെ കർഷകരെ സംബന്ധിച്ച് അവിടെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ മഖാന കർഷകർ നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു മഖാന ബോർഡ് അവിടെ രൂപീകരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള മഖാന ക്ക് വേണ്ടിയിട്ട് പ്രത്യേക താല്പര്യം കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്ത്യയിൽ കർഷകരുണ്ട്. അവരുടെ MSPക്ക് ലീഗൽ ഗ്യാരണ്ടി നൽകണം. അതിന് 0.5% ഓഫ് ദി GDP മതി. അത് സർക്കാർ പരിഗണിക്കുന്നില്ല. അതേസമയം കോർപ്പറേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം. അതിനുവേണ്ടി പർച്ചേസിംഗ് പവർ കൂട്ടണം. ആ പർച്ചേസിംഗ് പവർ കൂട്ടാൻ വേണ്ടി ഈ പറയുന്ന 12,70,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റെഡ് ഹെറിംഗ് ഫാലസിയാണ്. ഇതൊരു കൺകെട്ട് വിദ്യയാണ് യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ പ്രയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. അത് കർഷകരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു ബജറ്റാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ നിർമ്മലാ സീതാരാമൻ പറയുന്നത് 1 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടാകുന്നതാണ്. അതാണ് ഈ പറയുന്ന 2 കോടി മനുഷ്യർക്ക് വേണ്ടി. അതെ, പക്ഷേ അടുത്തൊരു പ്രശ്നം അറിയാമോ? പക്ഷെ നിങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൈസ വീണ്ടും മാർക്കറ്റിലേക്ക് വരും. ആ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും ഗവൺമെന്റിലേക്ക് തന്നെയാണ് വരിക. ഒരു ലോങ് ടേമിൽ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്നത് ഇൻകം ടാക്സ് അല്ല, ഡയറക്ട് ടാക്സ് അല്ല, GST ആണ്. ആ GSTയുടെ കാര്യത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടായിട്ടില്ല. ടാക്സ് സ്ലാബിൽ ആകെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഇൻകം ടാക്സിലാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് GST. ആ GSTയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഈ ധനശാസ്ത്രപരമായിട്ടുള്ള കഴിവ് നമുക്ക് അവിടെ തെളിയിക്കാൻ കഴിയുക. അവിടെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ടാക്സ് സ്ലാബ് ഉയർത്തുക, പർച്ചേസിംഗ് പവർ കൂട്ടുക, കോർപ്പറേറ്റുകളുടെ ഡിമാൻഡ് അംഗീകരിക്കുക. അതിനുവേണ്ടി 1 ലക്ഷം കോടി ഞങ്ങളിതാ വേണ്ടെന്ന് വെക്കുന്നു എന്ന് സർക്കാർ പറയുക. ഇത് GST ആയി സർക്കാരിന് ലഭിക്കും. ഇൻകം ടാക്സിൽ ഒഴിവാക്കുന്ന 1 ലക്ഷം കോടി GST ആയിട്ട് സർക്കാരിലേക്ക് തിരികെ വരേണ്ടതാണ്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ആ അർത്ഥത്തിലൊരു കൺകെട്ടാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഇടവേളയ്ക്ക് Meet the editors.